സിബിനെ അന്തസ്സുണ്ടെങ്കിൽ ഇനി ബിഗ് ബോസിലേക്ക് പോകരുത്. ഇനി പോയാൽ ഉള്ള വിലയും കൂടെ നഷ്ടപ്പെടും. പോവാതിരുന്നാൽ സിബിനായിരുന്നു ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റൻ്റ് എന്ന് പ്രേക്ഷകർ പറയും. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചില എക്സ്ക്ലൂസീവ് മാറ്ററായിട്ട് വരുന്നുണ്ട്. സിബിൻ ഇത്തവണത്തെ വീക്കെൻഡ് എപ്പിസോഡിലുണ്ടാകും. ലാലേട്ടൻ വരുന്ന സമയത്ത് സിബിൻ അവിടെ ഉണ്ടാകുമെന്ന് ചില ചാനലുകളിലെ വീഡിയോയിൽ കാണാൻ കഴിഞ്ഞു. ഇവിടെ പ്രധാനമായും 2 കാര്യങ്ങളുണ്ട്. സിബിന് വേണമെങ്കിൽ പോകാം, പോകാതിരിക്കാം. അത് സിബിൻ്റെ തീരുമാനമാണ്. മറ്റ് ശാരീരിക പ്രശ്നങ്ങളില്ലാത്തടത്തോളം കാലം അവർ വിളിച്ചു കഴിഞ്ഞാൽ സിബിന് പോകേണ്ടി വരും. കാരണം 1 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ട്. സിബിൻ്റെ പുറത്താകലോടെയാണ് ബിഗ് ബോസിൻ്റെ ഒരു കാലത്തും ഉണ്ടാകാത്ത അത്രയും വലിയ പ്രതിസന്ധി ഉണ്ടായത്. ഇതിനു മുമ്പ് രജിത് കുമാർ സാറും ഡോക്ടർ റോബിനും ഒക്കെ പുറത്തായപ്പോൾ ഇതുപോലെ വലിയ പ്രതിഷേധങ്ങളുണ്ടായി. പക്ഷേ അതിനെയൊക്കെ ഫാൻസിൻ്റെ ടോക്സിക് രോദനങ്ങളായിട്ട് മാത്രമാണ് ഏഷ്യാനെറ്റ് കണ്ടത്. പക്ഷേ ഇത്തവണ പ്രശ്നം കുറച്ച് രൂക്ഷമായിട്ടുണ്ട്. സീസൺ 5 ടൈറ്റിൽ വിന്നർ തന്നെ ആ വിഷയം എടുത്ത് സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ട് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ അത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിതെളിക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ബിഗ് ബോസിന് ഇൻ്റർവ്യൂവിലേക്ക് പോയ ചില മുൻ കണ്ടസ്റ്റൻറ്റുകൾ അവർക്ക് ഇത്തരത്തിൽ അനുഭവങ്ങൾ ഉണ്ടായെന്നുള്ള വെളിപ്പെടുത്തലുമായി രംഗത്തും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സീസൺ കഴിയുമ്പോൾ ഈ ഷോ വലിയൊരു കോൺസിക്വൻസ് നേരിടേണ്ടി വരും. നിലവിൽ കോടതിയിൽ കേസുണ്ട്. സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധം നടക്കുന്നു. അതുപോലെ തന്നെ ഷോയുടെ TRP കുറയുന്നു. ഈ കാരണങ്ങളൊക്കെ വെച്ച് സിബിനെ വീണ്ടും തിരികെ വിളിക്കാനും അവിടെ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമം ചാനൽ നടത്തുമെന്നാണ് ഞാനും കരുതുന്നത്. അതുപോലെ സിബിൻ പുറത്തായതിനു ശേഷം പല മീഡിയകൾക്കും ഇൻ്റർവ്യൂ നൽകിയിരുന്നു. അതൊക്കെ ഇപ്പോൾ പ്രൈവറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. സിബിനോട് കാണിച്ച അനീതി തിരുത്താനുള്ള ഒരു ധാർമ്മികത ചാനലിനുണ്ട്. കാരണം ഈ സീസണിലെ ഏറ്റവും ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻറ്റ് സിബിൻ തന്നെയായിരുന്നു. അന്തസ്സുണ്ടെങ്കിൽ സിബിൻ ഒരിക്കൽ കൂടി അങ്ങോട്ട് പോകരുതെന്നാണ് സോഷ്യൽ മീഡിയയിൽ കൂടി സിബിൻ്റെ ആരാധകരുടെ ആവശ്യവും നിർദ്ദേശവും. അതേസമയം സിബിനെ വ്യക്തിപരമായിട്ട് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഇനി വീണ്ടും സിബിനോട് മടങ്ങിപ്പോയെന്ന് പറഞ്ഞ് സൈബർ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിരിക്കുന്നവരുമുണ്ട്. ഏതായാലും 2 ദിവസം കൂടെ നമുക്ക് കാത്തിരിക്കാം ഈ വാർത്ത സത്യമാണോ എന്നറിയാൻ. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും.